നെസീസ് ആർക്കൈവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോ ഒരു ന്യൂട്രി മിക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ആദ്യം ഞാനിതിന് ഹെൽത്തി മിക്സ് എന്ന് കേട്ടോ പേരിട്ട്, ഇപ്പോൾ ഇതിനൊരു പേര് മാറ്റിയിട്ടുണ്ട്, ന്യൂട്രി മിക്സ് എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓർഡറാണ് കേട്ടോ. ഒരു 2 കിലോൻ്റെ ഉണ്ട്, 1 കിലോൻ്റെ ഉണ്ട്. അതിപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയാണ് തയ്യാറാക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ആദ്യം തന്നെ അരി എടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ കഴുകി ഊറ്റി വെക്കുകയാണ്. ഫസ്റ്റ് തന്നെ വറക്കുന്നത് അതാണ് കേട്ടോ. അപ്പോൾ 1.5 കിലോ അരിയാണ് എടുക്കുന്നത്. ബാക്കിയുള്ള സാധനങ്ങൾ പിന്നെ എടുക്കും. പിന്നെ അതൊക്കെ ഒന്ന് കഴുകി ഊറ്റി വെച്ച് പിന്നെ നമ്മൾ ഓരോ സാധനങ്ങളും കഴുകുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അരി കഴുകി ഊറ്റി വെച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ ആ ഒരു എള്ള് കഴുകി എടുക്കുന്നത്. എള്ള് കഴുകാൻ ഒത്തിരി ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ബുദ്ധിമുട്ട് വെച്ചാൽ ചില സമയത്ത് ഇതിന് കല്ലുണ്ടാവും ഇതിൽ. അപ്പോൾ വെള്ള എള്ള് കറുത്ത എള്ളൊക്കെ ഉണ്ട്. പക്ഷേ കറുത്ത എള്ളിലാണ് കൂടുതൽ ഇതുള്ളത്, നമുക്ക് ഹെൽത്തിന് ആവശ്യമുള്ളത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഫസ്റ്റിലെ വെള്ളമാണ് കേട്ടോ. അത് നല്ല കറുപ്പുണ്ട് അതിൻ്റെ കളറും, പിന്നെ അതിൻ്റെ അഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ എന്തായാലും. അപ്പോൾ കല്ലില്ലാതെക്കാൻ വേണ്ടി മേലും തന്നെ അതൊന്നിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഇതാക്കിയിട്ടിടും. പിന്നെ ലാസ്റ്റിലാണല്ലോ കല്ലുണ്ടാവും. അപ്പോൾ അതേപോലെ ആക്കും. അപ്പോൾ പക്ഷേ ഈ ഒരു എള്ളിൽ കല്ലൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത എള്ളാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് കഴുകി ഉണക്കാനിടണം. അപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ മുളകും മല്ലിയൊക്കെ നല്ലോണം തന്നെ ഉണങ്ങി കിട്ടുന്നുണ്ട്. മുളക് ഇനിയും ഉണ്ട്, മല്ലി പെട്ടെന്ന് തന്നെ ഒറ്റ ദിവസം വെയിൽ മതി. അപ്പോൾ പിന്നെ നമ്മുടെ ഉരുളിയാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ബിരിയാണീൻ്റെ മസാലയൊക്കെ ഞാൻ ഇതിലാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തൊക്കെ ആ ഒരു യൂസിൽ ചിലപ്പോൾ അടിയിലൊക്കെ പിടിക്കും കേട്ടോ. പിന്നെ വലിയൊരു പ്രശ്നമൊന്നും ഇല്ലാതെ തന്നെ കിട്ടും. ഈ പൊടി സാധാരണ നമ്മൾ കർക്കിടകത്തിലാണ് കേട്ടോ കഴിക്കുക. കർക്കിടകം കഴിയാനായി. അപ്പോൾ ഒരു 2 ദിവസം മുമ്പേ ഓർഡർ വന്നിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ സാധനമൊക്കെ വാങ്ങി കൊണ്ടുവന്ന് പാക്ക് ചെയ്ത് അയക്കുമ്പോഴത്തേക്കും ഒരു 2-3 ദിവസമൊക്കെ ആവും അവരുടെ കൈമേലെത്താനായിട്ട് എല്ലാം കൂടി കേട്ടോ. അപ്പോൾ പിന്നെ മണിക്കടല ഉണ്ടോ, നമ്മൾ കറിയൊക്കെ വെക്കുന്ന ആ കടല എടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് കഴുകി ഊറ്റി നേരത്തെ തന്നെ ഞാൻ അരിൻ്റെ കൂടെ തന്നെ അതൊക്കെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു നിലക്കടല തൊലി കളഞ്ഞതാണ്, കുറച്ചും കൂടി തൊലി കളയാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി വറക്കണം എന്നില്ല, വറുത്തതാണ്, എന്നാലും ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ച്. ഈ ഒരു പൊടി കഴിച്ചാൽ നല്ലൊരു എനർജി വരും കേട്ടോ. നമുക്ക് ശരീരത്തിനൊക്കെ ആയാലും എല്ലാം നല്ല സാധനങ്ങളല്ല. അരി മാത്രമേ ഉള്ളൂ കുറച്ച് അധികം ഉള്ളത്, ബാക്കിയൊക്കെ നമ്മുടെ ഹെൽത്തിന് വളരെ വേണ്ടപ്പെട്ട സാധനങ്ങൾ തന്നെയാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ കുറഞ്ഞ അളവിലായതുകൊണ്ടാണ് കേട്ടോ കുറഞ്ഞ സാധനങ്ങളൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ബൾക്കായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല, അത്യാവശ്യക്കാർക്ക് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഓർഡർ തരുന്നതിനനുസരിച്ചിട്ടാണ് ഞാനത് ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്നെ മട്ട അവിലാണ്, അത് എടുത്തിട്ടുണ്ട്. 1/2 കിലോനാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ അത്രയും ഇടുന്നില്ല കേട്ടോ, ഒരുപാട് ഇങ്ങനത്തെ ഇട്ടാലും ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതൊരു 300 ഗ്രാമിൻ്റെ അടുത്തൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കടല 750 ഗ്രാമാണ് കേട്ടോ ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ 1.5 കിലോ അരിയിലേക്കാണ് കേട്ടോ ഇത്രയും അളവ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ മുത്താറി എടുത്തിട്ടുണ്ട്, അതൊരു 100 ഗ്രാമിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും മുത്താറി. അപ്പോൾ അതും ഒരുപാടൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അത് ബ്ലഡൊക്കെ വെക്കാനൊക്കെ നല്ലതാണ് കേട്ടോ മുത്താറി. പിന്നെ അണ്ടിപ്പരിപ്പാണ്, മുഴുവനെയുള്ള അണ്ടിപ്പരിപ്പാണ്, ഒന്നുകൂടി നല്ല സ്ലിറ്റ് ചെയ്തതിനെക്കാട്ടും. അപ്പോൾ അതുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബദാമുണ്ട്. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിലൊക്കെ ചേർക്കട്ടോ നമുക്ക്. അപ്പോൾ ഇത് സെയിലായി കൊടുക്കാൻ ഒരുപാട് പൈസ ഒന്നും ആൾക്കാരോട് വാങ്ങാനും പറ്റില്ലല്ലോ. അപ്പോൾ ബദാമാണ് ഇത്തിരി കൂടി ഒരു വറവുള്ളത്. പിന്നെ അതൊക്കെ വറവ് ഓരോന്നും മാറ്റി വെച്ചിരിക്കണം കേട്ടോ. ആ കടലേൻ്റെ തൊലി ഇത്തിരി കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം. പിന്നെ അതേപോലെ തന്നെ മുത്താറി ഒന്ന് റെഡിയാക്കി എടുക്കണം. മുത്താറി ഒന്ന് ചേരണം കേട്ടോ, എന്തെങ്കിലും ഒരു ബ്ലാക്ക് ഒക്കെ ഉണ്ടെങ്കിലോ വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ ആദ്യം തന്നെ ഈ ഒരു അരി മില്ലിൽ കൊടുക്കാമെന്നാട്ടോ വിചാരിച്ച്. മില്ലിൽ കൊടുക്കുക മിക്സിക്ക് അത്ര കേട് വരില്ലല്ലോ വിചാരിച്ച്. പക്ഷേ മില്ലിൽ കൊടുക്കുന്ന ആൾ രാവിലെ വരുള്ളൂ പറഞ്ഞു. അപ്പോൾ രാവിലെ ആകുമ്പോൾ നമുക്കിത് പാക്ക് ചെയ്ത് അയക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനുള്ള നേരമില്ലാത്തതിനോണ്ട് ഞാൻ മിക്സിയിൽ തന്നെ പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കവറിലാക്കി വെച്ചാൽ കണ്ടില്ലേ, ഒന്ന് തണുത്തതിന് ശേഷം കവറിലാക്കി വെച്ചതാണ്. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഞാനത് പൊടിക്കുന്നത്. രാവിലെ തന്നെ ഞാൻ ഇത് വറക്കാനായിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു വലിയൊരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ആ പൊടികളൊക്കെ. ഈ കുട്ടികൾക്കും വലിയവർക്കും പിന്നെ അതേപോലെ പ്രസവിച്ച് കിടക്കുന്നവർക്ക് പ്രായപൂർത്തിയായ പെൺകുട്ടികളുണ്ടാവില്ല, അവർക്ക് എല്ലാവർക്കും നല്ലതാണ് കേട്ടോ ഇത് കഴിക്കുന്നത്. ഇനിയിപ്പോൾ ആണുങ്ങൾക്കായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. രാവിലെ ചായൻ്റെ കൂടെ ഇത് കഴിക്കാം, വൈകുന്നേരം ചായൻ്റെ കൂടെ കഴിക്കാം, അതൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ എന്താ പറയുക എല്ലിനൊക്കെ ഒരു ബലം കിട്ടുന്ന ഒരു ടൈപ്പാണ് കേട്ടോ ഈ ഒരു ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ. ഞാറ്റുവേലയിലാണ് കഴിക്കുക, പക്ഷേ ഏത് ടൈമിലും കഴിക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഇനി ചിങ്ങത്തിലും നല്ല മഴ തന്നെയാണല്ലോ. അതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഏറ്റവും അടിപൊളി സാധനങ്ങൾ ഈ ഒരു പാത്രത്തിൽ. അരി കൂടാതെ അരിൻ്റെ അത്ര തന്നെ അളവുണ്ട്, ഇത് എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ അരിനേക്കാളും ഉണ്ട് ഇത്. പിന്നെ ചെറിയൊരു ടീസ്പൂൺ അളവിലുള്ള ചെറിയ ജീരകം ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ചെറിയ ജീരകം ഒരുപാട് ഞാൻ ചേർക്കുന്നില്ല, എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ഈ ചെറിയ ജീരകം കൂടുതലായി പോയാൽ അതിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുക. പിന്നെ അരിയൊക്കെ പൊടിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഈ സാധനങ്ങളുണ്ടല്ലോ നമ്മളെ അണ്ടിപ്പരിപ്പും കടലയും എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കുകയാണ്.
നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ ഒന്ന് ഓർഡർ ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഉണ്ടാക്കി എന്തായാലും അയച്ചു തരുന്നുണ്ട്. അപ്പോൾ 2-3 ദിവസത്തെ സാവകാശം വേണം. ഇത് ഉണ്ടാക്കി നിങ്ങളെ കയ്യിൽ എത്തണമെങ്കിൽ ഒരു 3-4 ദിവസം ആവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓർഡർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റൊക്കെ ഉള്ളതാണ്, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലുള്ളതാണ്. ഇപ്പോൾ ചിലർക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ മധുരം കൂടുതൽ ചേർക്കാം, അപ്പോൾ മധുരം കുറവാണെങ്കിൽ ആ രീതിയിലും ചേർക്കട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലെല്ലാം കൂടി 500 ഗ്രാം ശർക്കരയെ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി മധുരമൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം, നമ്മുടെ കയ്യിലുണ്ടത്. പിന്നെ അതാ കണ്ടില്ല, ഇനി നമ്മൾ ആ ഒരു ഇത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ പൊടിക്കുക കേട്ടോ. പിന്നെ അതാ ഈ ശർക്കര ഒന്ന് ചതച്ചിട്ടുണ്ട്. അത് എന്നിട്ട് അടിയിൽ ഞാൻ കുറച്ച് വറുത്ത പൊടി ഇട്ട് കൊടുക്കും. പിന്നെ അതിൻ്റെ മേലെ ശർക്കര ഇടും. പിന്നെ അതിൻ്റെ മേലെ കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുക്കും. അങ്ങനെ ആകുമ്പോഴാണ് ശർക്കരക്ക് ഒരു ചെറിയൊരു നനവൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അത് ഈ മിക്സിൻ്റെ ജാറിൻ്റെ അടിയിൽ നിന്ന് പിടിച്ചോ അതൊക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ മേലെയും താഴെ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ അത് ഓരോന്നും ഇങ്ങനെ അത് തീരുന്ന വരെ പൊടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ശർക്കര എല്ലാം കൂടി ഇങ്ങനെ പൊടിച്ച് ഇതിലേക്ക് ഇട്ടതിന് ശേഷം മൊത്തത്തിൽ ഇത് പൊടിച്ചതിൽ ചേർത്തതിന് ശേഷം പിന്നെ വീണ്ടും ഒന്നുകൂടി ഈ കയ്യിൽ വെച്ച് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ആ മിക്സിൻ്റെ ജാറിലേക്ക് വീണ്ടും കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഈ ശർക്കര എല്ലാ ഭാഗത്തും എത്തക്ക രീതിയിലാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിൽ കല്ലില്ലാത്ത ശർക്കര തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് കനിച്ചതിൽ ഒഴിക്കാൻ പറ്റില്ലല്ലോ, കാരണം ഇത് പൊടിയല്ലേ. അപ്പോൾ നമ്മൾ ഉണ്ടല്ലോ, ആ കൈകൊണ്ട് ഉണ്ട പിടിക്കണില്ല. അതാണെങ്കിൽ നമുക്കിത് ശർക്കര പാനിയാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ അത് കല്ലില്ലാത്ത ശർക്കര തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചതിന് ശർക്കര തന്നെയാണിത്. കുറച്ച് കൂടുതൽ വാങ്ങിയിട്ടുണ്ട്. ഇനി അന്ന് കുറച്ച് മുമ്പേ നമ്മൾ ഈ പൊടി പൊടിച്ചപ്പോൾ എടുത്തതാണ്. അപ്പോൾ കല്ലൊന്നുമില്ല ഇനി. അപ്പോൾ അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഞാനിത് കനിക്കുകയും ചെയ്യാത്തത് തന്നെ എടുത്തത്. അപ്പോൾ ഒരുപാട് ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ ഈ നമ്മളെ മിക്സിക്ക് കേട് വരുമോ എന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ. അതിനോണ്ടാണ് ഞാൻ അരി മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ അരി നമ്മൾ പൊടിക്കുമ്പോൾ ഒരു പുട്ടിൻ്റെ ആ ഒരു ചെറിയൊരു തരിയാണ് കേട്ടോ വേണ്ടത്, അല്ല ഫൈൻ പൊടിയല്ല. പക്ഷേ ഓവർ തരി ആയാലും കഴിക്കുമ്പോഴും അതിങ്ങനെ ഒരു കടിക്കുന്ന പോലെ തോന്നും. പിന്നെ രാവിലെ നമ്മൾ കട്ടൻ ചായൻ്റെ കൂടെ ഇത് ഒരു ബൗളിൽ എടുത്തിട്ട് കഴിച്ചാൽ മതി കേട്ടോ. നല്ലതാണ്, നമുക്ക് വിശക്കുമ്പോൾ ഒക്കെ കഴിക്കാം. ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ മോൾക്ക് വിശക്കുന്ന സമയത്തൊക്കെ ഓള് തന്നെയാണ് കേട്ടോ കഴിക്കൽ. നമ്മൾ മുന്നേ ഉണ്ടാക്കിനല്ലോ അതൊക്കെ എത്രയോ പെട്ടെന്ന് തീർന്നു. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ഇഷുവിനും ബേബിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണിത്. നമ്മൾ വേറെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതൊരു ബൗള് എടുത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തേക്കുള്ള പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഇതിന്ന് കിട്ടും. അപ്പോൾ അത്രയ്ക്കും നല്ല നമ്മളെ ഹെൽത്തിന് നല്ല സംഭവമാണ് ഇത്. പണ്ട് കാലത്തെ നമ്മളിപ്പോഴായിട്ടല്ലല്ലോ, പണ്ട് കാലത്തെ നമ്മളിത് ഉണ്ടാക്കി കഴിക്കുന്നതല്ലേ. പ്രസവിച്ച് കഴിയുന്ന സമയത്തും ചെറിയ കുട്ടികൾക്ക് മാർക്കം കഴിഞ്ഞെടുക്കുമ്പോൾ വലിയ കുട്ടികളാകുമ്പോൾ വലിയ കുട്ടികളൊക്കെ ആകുമ്പോൾ ആ സമയത്തൊക്കെയാണ് നമ്മളിത് പ്രധാനമായിട്ട് കഴിക്കുക. ഉറപ്പായിട്ടും ഈ ഞാറ്റുവേല ഈ സമയത്ത് കർക്കിടകത്തിൽ നല്ല മഴയൊക്കെ ഉള്ള സമയത്താണ് നമ്മൾ ശരീരമൊക്കെ ഒന്ന് ഇളമിക്കുക. അപ്പോൾ ആ സമയത്താണ് കേട്ടോ ഇങ്ങനത്തെ നമ്മുടെ സാധനങ്ങളൊക്കെ കഴിക്കേണ്ടത്. എപ്പോഴും ചോറും കഞ്ഞിയും ചായയും ഒക്കെ തന്നെയല്ലേ നമ്മൾ കഴിക്കുക. അപ്പോൾ ദിവസത്തിൽ 1-2 ടൈം രാവിലെയും വൈകുന്നേരം ഇത് ഓരോ ബൗളെടുത്ത് വെച്ച് കഴിച്ചാൽ മതി കേട്ടോ, കട്ടൻ ചായ കൂട്ടിയിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇത് അറിയുന്നത് തന്നെ ആയിരിക്കും. എന്നാലും ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ഉണ്ടാക്കിയെടുക്കാനൊക്കെ, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇടയ്ക്ക് ബദാം പൊടിയാത്തുണ്ട് കേട്ടോ, അതാണ് ഞാൻ എടുത്ത് ഒഴിവാക്കുന്നത്. നോക്കുമ്പോൾ ഉണ്ട് അത്. പിന്നെ അതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇനി പാക്ക് ചെയ്തിട്ട് അയക്കണം. 2 ആൾക്കാണ് കേട്ടോ ഓർഡറുള്ളത്. ഒരു 2 കിലോനുണ്ട് 1 കിലോനുണ്ട്, അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.